അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചോദ്യം, ഒരു ക്ലോക്കിലെ സമയം 4 മണിയാണ്. ഒരു കണ്ണാടിയിൽ അതിൻ്റെ പ്രതിബിംബം കാണിക്കുന്ന സമയം ഏത്? ചോദ്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു ക്ലോക്കിൽ സമയം 4 മണി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളൊരു കണ്ണാടിയിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രതിബിംബത്തിൽ കാണുന്ന സമയം എത്രയായിരിക്കും എന്നതാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് 7 മണി, 4 മണി, 10 മണി, 8 മണി. അപ്പോൾ ഇതിൽ ഏതാണ് ശരി ഉത്തരം എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, നമ്മൾ മനസ്സിൽ ക്ലോക്ക് ഓർക്കുക. അപ്പോൾ 12, 6, 3, 9 ഇങ്ങനെ കിട്ടും. ഇതിൽ 4 മണി എന്ന് പറയുമ്പോൾ 3ന്റെ തൊട്ട് താഴെയാണ്. അപ്പോൾ 4 മണിയിലേക്ക് സൂചി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അതിന് നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ 5, ഇവിടെ 7, ഇവിടെ 8. 8ലേക്കായിരിക്കും സൂചി നമുക്ക് കാണാം. അപ്പോൾ ഇത് ഒരു രീതിയാണ്. ഇത് പെട്ടെന്ന് മൈൻഡിൽ ഓർത്തെടുക്കാൻ പറ്റുന്നവർക്ക് ഈ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഉത്തരം കിട്ടും. ഇനി ഇതല്ലെങ്കിൽ വേറൊരു രീതി ഏതാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ചോദ്യം എന്താ? 4 മണി പ്രതിബിംബത്തിൽ കാണുമ്പോൾ എത്രയാണെന്നാണ്. അതായത് ക്ലോക്കിലുള്ള 4 മണി എന്നുള്ള സമയം ക്ലോക്കിൽ കാണുമ്പോൾ അതിൻ്റെ പ്രതിബിംബത്തിൽ കണ്ണാടിയിൽ കാണുന്നതിൽ എത്ര മണിയാണെന്നാണ്. അപ്പോൾ അത് എങ്ങനെ ചെയ്യാം? ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിയാൽ, എപ്പോഴും ഈ പ്രതിബിംബത്തിൻ്റെ ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, ക്ലോക്കിലുള്ള ഏറ്റവും കൂടിയ സംഖ്യ ഏതാ? 12. അതിൽ നിന്നും ചോദ്യം എന്താണ്? 4 മണിയാണെങ്കിൽ എത്രയാണെന്നാണ്. അപ്പോൾ 12ൽ നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം ലഭിക്കും 8. അപ്പോൾ 8 ആണ് ശരി ഉത്തരം. ഇനി ഒരു എക്സാമ്പിളും കൂടി നോക്കാം. 3 മണിയാണ് ചോദ്യത്തിൽ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 12ൽ നിന്നും 3 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 9. നോക്കൂ, 3 മണിയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 9 ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. 5 മണിയാണെന്ന് വിചാരിക്കുക. 12ൽ നിന്ന് 5 കുറച്ചാൽ എത്ര കിട്ടും? 7. 12ൽ നിന്ന് 5 കുറച്ചാൽ നമുക്ക് 7 കിട്ടും. അപ്പോൾ 7ലായിരിക്കും അതിൻ്റെ പ്രതിബിംബം കാണാം. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത്, ചോദ്യം മനസ്സിലാക്കേണ്ടത്, എപ്പോഴും പ്രതിബിംബം, ക്ലോക്കിൻ്റെ പ്രതിബിംബം എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് 2 രീതിയാണ്. ഒന്ന് നമുക്ക് മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. 3 മണിയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് 9 മണിയായിരിക്കും. 4 മണിയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് 8 മണിയായിരിക്കും. 8 മണിയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് 4 മണിയായിരിക്കും. 7 മണിയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് 5 മണിയായിരിക്കും. ഇത് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്കായി ഉള്ള ഒരു ഫോർമുലയാണ്, അല്ലെങ്കിൽ അതൊരു ഇക്വേഷൻ ആയിട്ട് നമുക്ക് മൈൻഡിൽ ഓർത്ത് വെക്കാൻ പറ്റുന്നതാണ്. ഏറ്റവും കൂടിയ സംഖ്യയിൽ നിന്നും എത്രയാണോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആ സംഖ്യ കുറച്ചെടുക്കുക. ആ സംഖ്യ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നതാണ് അതിൻ്റെ പ്രതിബിംബം. അപ്പോൾ പ്രതിബിംബം കാണാൻ 12ൽ നിന്നും 4 ചോദ്യത്തിലെങ്കിൽ 4 കുറച്ചാൽ 8. അതുപോലെ തന്നെ 3 ചോദ്യത്തിലെങ്കിൽ 3 മണിയുടെ പ്രതിബിംബമാണ് ചോദ്യമെങ്കിൽ 12ൽ നിന്നും 3 കുറച്ച് കഴിഞ്ഞാൽ 9 കിട്ടും. അതുപോലെ 5 മണിയാണ് പ്രതിബിംബത്തിന്റെ ചോദ്യത്തിൽ, 5 മണിയാണ് തന്നിട്ടുള്ളതെങ്കിൽ 12ൽ നിന്നും 5 കുറച്ചാൽ 7 കിട്ടും. അപ്പോൾ പ്രതിബിംബം കാണാൻ ഈ രീതിയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.